Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിഅദദിൻ മുനാസിബിൻ, അനുയോജ്യമായ എണ്ണം കൊണ്ട് പൂരിപ്പിക്കുക. ബ്രാക്കറ്റിൽ നമുക്ക് കാണാം 12 ഷഹ്റൻ, 30 ഖിലാദത്തൻ, 17 ഫസ്ലൻ, 13 ആമൻ, 15 വലദൻ, 16 ഷജറത്തൻ. അപ്പോൾ ഇവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ്. അവ ഓരോന്നിനോടും അനുയോജ്യമായ എണ്ണം എടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. ഫിൽ മദ്രസത്തി ഡാഷ്. ആൻസർ 17 ഫസ്ലൻ. മദ്രസയിൽ 17 ക്ലാസുകളുണ്ട്. 2. ഫിൽ ബുസ്താനി ഡാഷ്. ആൻസർ 16 ഷജറത്തൻ. തോട്ടത്തിൽ 16 മരങ്ങളുണ്ട്. ബുസ്താൻ എന്ന് പറഞ്ഞാൽ തോട്ടം, 16 എന്ന് പറഞ്ഞാൽ 16, ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരങ്ങൾ. 3. ഇൻദ ഉമ്മി. ആൻസർ 30 ഖിലാദത്തൻ. ഇൻദ ഉമ്മി, എൻ്റെ ഉമ്മാൻ്റെ അടുക്കലുണ്ട്. 30 ഖിലാദത്തൻ, 30 മാലകളുണ്ട്. 4. ഫി ഫസ്ലി ഡാഷ്. ആൻസർ 15 വലദൻ. ഫി ഫസ്ലി, എൻ്റെ ക്ലാസ്സിൽ 15 15 വലദൻ ആൺകുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 15 ആൺകുട്ടികളുണ്ട്. 5. അസ്സനത്തു, ഒരു വർഷം. 12 ഷഹ്റൻ, 12 മാസങ്ങളാണ്. 6. അന ത്വാലിബുൻ ഉംരി ഡാഷ്. ആൻസർ 13 ആമൻ. ഞാൻ വിദ്യാർത്ഥിയാണ്, എനിക്ക് 13 വയസ്സ് പ്രായമായി. രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മലുൽ ജദ്വല, കോളം പൂർത്തീകരിക്കാം. ലിയജ്ലിസ്, ലിയജ്ലിസ, ലിയജ്ലിസു, ലിതജ്ലിസ്, ലിതജ്ലിസ, ലിയജ്ലിസിന. 2. ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബിന. 3. ബിഅ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഇന. സർഫാക്കലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശരിക്കും സർഫാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സുഖമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആത്തിയ, ശേഷം വരാൻ പോകുന്ന ഫീലുകൾക്ക് മജ്ഹൂലിനെ എഴുതുക. അപ്പോൾ ശരിക്കും വരാൻ പോകുന്നത് മഅറൂഫായ ഫീലുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ മജ്ഹൂലുകൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. ലറബ, അതിൻ്റെ മജ്ഹൂൽ എങ്ങനെയാണ് വരിക? ളുരിബ, അതിന് ലൊമ്മ കൊണ്ട്, ഒന്നാമത്തെ അക്ഷരത്തിലേക്ക് ലൊമ്മ കൊണ്ട്. ലറബ, ളുരിബ. അവസാനത്തെ അക്ഷരത്തിലേക്ക് കെസർ കൊണ്ട്. അപ്പോൾ ളുരിബ. മറ്റേത് ലറബ, റാന് മഅറൂഫായി പറഞ്ഞപ്പോൾ ലറബ, റാന് ഫതഹാണ്. അപ്പോൾ ളുരിബ എന്ന മജ്ഹൂൽ പറഞ്ഞപ്പോഴോ റാന് എന്തായി? കെസറുമായി. ഒന്നാമത്തെ അക്ഷരമായ ലാദിന് ലൊമ്മുമായി. അങ്ങനെ എല്ലാതും ലറബ, ളുരിബ, യളിരിബു, യുളറബു. ഇവിടെ മുളാരിൻ്റെ അക്ഷരമായ യാനിക്ക് ലൊമ്മു ചെയ്തു. അവസാനത്തെ അക്ഷരത്തിലേക്ക് മുമ്പുള്ള അക്ഷരത്തിലേക്ക് എന്ത് ചെയ്തു? ഫതഹും ചെയ്തു. 2. ബാഅ, ബിഅ, യബിഉ, യുബാഉ. 3. അകല, ഉക്കില, യഅ്കുലു, യുഅ്കലു. 4. ഖാല, ഖീല, യഖൂലു, യുഖാലു. നാലാമത്തെ ആക്ടിവിറ്റി നുതമ്മിമു, പൂരിപ്പിക്കാം. 1. അദാത്തു നഫി ഫിൽ മാദി ഹർഫു ഡാഷ് മാഫി അവലിൽ ഫിഅലി.
അദാത്തുൻ നഫി നഫിൻ്റെ അദാത്ത് ഫിൽ മാദിയിൽ ഹർഫു മാ എന്നുള്ള അക്ഷരമാണ് ഫി അവലിൽ ഫെയിലിൻ്റെ ആദ്യത്തിൽ. അപ്പോൾ ഫെയിലിൻ്റെ ആദ്യത്തിൽ മാ എന്നുള്ള അക്ഷരം ചേർത്ത് കൊടുത്താൽ ആ ഫീൽ എന്താകും? മംഫിയായ ഫീലാകും. 2 ഇദാ ദഖല ഹർഫു ലാ ഫി അവലിൽ ഫെയിലിൽ മുദാരിഇ യകുൻ മംഫിയൻ വ ഇല്ല ഡാഷ്. ആൻസർ യകൂനു മുസ്ബതൻ. ഇദാ ദഖല ഹർഫു ലാ എന്നുള്ള അക്ഷരം പ്രവേശിച്ചാൽ ഫി അവലിൽ ഫെയിലിൽ മുദാരിആയ ഫെയിലിൻ്റെ ആദ്യത്തിൽ യകൂനു അപ്പോൾ അതാകും മംഫിയാകും. വ ഇല്ല ലാമ് ചേർന്നിട്ടില്ലെങ്കിലോ യകൂനു മുസ്ബതൻ അത് മുസ്ബത്താകുന്നതാണ്. 3 അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ഡാഷ്. ആൻസർ ജുംലത്തൻ ഇസ്മിയ. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ ആ ജുംലക്ക് തുസമ്മ പറയപ്പെടും. ജുംലത്തൻ ഇസ്മിയ എന്ന് പറയപ്പെടുന്നതാണ്. 5ാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം. 1 കൈഫ യുൻഷഉ നഹിയുൽ ഗായിബി എങ്ങനെയാണ് നഹി ഗായിബിനെ ഉണ്ടാക്കുക? ആൻസർ ബി വളഇല ഫി അവലിഹി വ യജ്മി ആഖിരിഹി. ബി വളഇല ലാ എന്ന അക്ഷരത്തെ വെച്ചു കൊടുക്കൽ കൊണ്ട് ഫി അവലിഹി അതിൻ്റെ ആദ്യത്തിൽ അബു ജസ്മി ആഖിരിഹി അവസാനത്തെ അക്ഷരത്തിലേക്ക് ജസ്മ് ചെയ്യൽ കൊണ്ടുമാണ്. 2 അൻ നഹിയു നൗആനി മാഹുമ നഹി 2 വിധമുണ്ട് അവ ഏതൊക്കെയാണ്? ആൻസർ നഹി ഹാദിർ നഹി ഗായിബ്. നഹി ഹാദിർ നഹി ഗായിബ് എന്നിങ്ങനെ 2 വിധമാണ് നഹിൻ്റെ ഇനങ്ങൾ. 6ാമത്തെ ആക്ടിവിറ്റി നുഖ്മിലു പൂരിപ്പിക്കാം. 1 അന്നഅതു യത്ബഉ ഡാഷ് ഫി തദ്കീരി ഡാഷ് വ തസ്നിയതി ഡാഷ് വ തഅരീഫി. കൂട്ടി വായിക്കുമ്പോൾ അന്നഅതു യത്ബഉൽ മൻഊത ഫി തദ്കീരി വ തഅനീസി വൽ ഇഫ്റാദി വ തസ്നിയതി വൽ ജംഇ വൽ ഇറാബി വ തൻകീരി വ തഅരീഫി. പുല്ലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇറാബ്, നക്കിറ, മഅരിഫ എന്നിവയിലെല്ലാം നഅത്ത് മൻഊത്തിനെ പിന്തുടരും. 7ാമത്തെ ആക്ടിവിറ്റി നുമയ്യിസ് നഅത്ത് വൽ മൻഊത്ത മിമ്മ യഅതി ശേഷം വരാൻ പോകുന്ന സെൻറ്റൻസുകളിൽ നിന്ന് നഅത്തിനെയും മൻഊത്തിനെയും വേർതിരിച്ചെഴുതാം. ഒരു പെട്ടിക്കോളം കാണാം. അൽ മൻഊത്തു എഴുതിയിട്ടും അൻ നഅത്തു എഴുതിയിട്ടും 2 കോളങ്ങൾ കാണാം. അപ്പോൾ മൻഊത്ത് എന്നുള്ളതിനിടയിൽ മൻഊത്തിനെയും നഅത്ത് എന്നുള്ളതിൻ്റെ ചുവടെ നഅത്തിനെയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മദാരിസുൻ അദീദത്തുൻ എണ്ണമറ്റ വിദ്യാലയങ്ങളുണ്ട്. എണ്ണമറ്റ അപ്പോൾ മദാരിസുൻ എന്നുള്ളത് മൻഊത്തും അദീദത്തുൻ എന്നുള്ളത് നഅത്തുമാണ്. 2 സല്ലംതു അലാ ബിൻതൈനി സഗീറതൈനി ചെറിയതായ 2 പെൺകുട്ടികളുടെ മേൽ ഞാൻ സലാം ചൊല്ലി. ഇപ്പോൾ ഇവിടെ ബിൻതൈനി എന്നുള്ളത് മൻഊത്തും സഗീറതൈനി എന്നുള്ളത് നഅത്തുമാണ്. 2 അർ റജുൽ മുഅ്മിനു ലാ യക്ദിബു മുഅ്മിനായ മനുഷ്യൻ അവൻ കളവ് പറയുകയില്ല. അതിലുള്ള നഅത്ത് മുഅ്മിന് എന്നും മൻഊത്ത് അർ റജുലു എന്നുമാകുന്നു. 4 ഹാദാ ഖലമുൻ ജദീദുൻ ഇത് പുതിയ പേനയാണ്. ഇപ്പോൾ ഖലം എന്നുള്ളത് മൻഊത്തും ജദീദുൻ എന്നുള്ളത് നഅത്തുമാകുന്നു. 8ാമത്തെ ആക്ടിവിറ്റി നുതർജിം പരിഭാഷപ്പെടുത്താം. 1 ഇംതല അൽ മാഉ ഫിൽ ബിഇരി ബിൽ മതരി ശദീദി അർത്ഥം ശക്തമായ മഴ കൊണ്ട് കിണറിൽ വെള്ളം നിറഞ്ഞു. 2 ലിയദുറുസ് കുല്ലു ത്വാലിബിൻ ദർസഹു എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.